ഹലോ വെൽക്കം ബാക്ക്. വെയ്റ്റ് ലോസ് ചെയ്യണ സമയത്തേ നമുക്കെല്ലാവർക്കും ക്രേവിങ്സ് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ ആ ക്രേവിങ്സ് വരുമ്പോൾ നമുക്ക് ഷുഗർ കണ്ടൻ്റ് ഉള്ള യാതൊന്നും കഴിക്കാൻ പറ്റില്ല വെയ്റ്റ് ലോസ് സമയത്ത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഒരു ഫ്രൂട്ട് ബൗൾ, അതായത് ഒരു കസ്റ്റാർഡ് ബൗൾ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഫ്രൂട്ട് ബൗൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും അത്യാവശ്യം ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളതും പിന്നെ നമ്മളെ ക്രേവിങ്സ് മാറാനൊക്കെ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചിയാ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിയാ സീഡ് റെഡിയാവും കേട്ടോ. പിന്നെ ചിയാ സീഡ് നമ്മളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കുക. കാരണം ഇത് വെയ്റ്റ് ലോസിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് നമ്മളിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീക്ക് യോഗേർട്ടാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കിന് 40 റുപ്പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാനിന്ന് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ, അതായത് പ്ലെയിൻ യോഗേർട്ട്, പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട്, അത് പ്ലെയിനെ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. അതിൽ ഫ്ലേവേഴ്സിലുള്ളത് വരുന്നുണ്ട്, അത് ഒരിക്കലും മേടിക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മളെ വെയ്റ്റ് ലോസ് ഫെയിലാവും. അപ്പോൾ പ്ലെയിൻ യോഗേർട്ട് ചേർക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം, ഈ യോഗേർട്ട് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ചിയാ സീഡ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്, ഒരു വാനില ഫ്ലേവറിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല. കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ആപ്പിളിൻ്റെ പകുതി, ഒരു ചെറിയ ആപ്പിളിൻ്റെ പകുതി, ഒരു ചെറിയ പഴം, ചെറുപ്പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ് ആണെങ്കിലും ചെറിയൊരു ചെറുപ്പഴമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഒരു മാങ്ങയുടെ ചെറിയൊരു സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഡേറ്റ്സും കുറച്ച് പംകിൻ സീഡ്സും പിന്നെ കുറച്ച് ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചിയ പുഡിംഗ്, ആ ഒരു മിക്സിലോട്ട് നമ്മളുടെ ഈ കട്ട് ഫ്രൂട്ട്സും നട്ട്സും എല്ലാം നന്നായി ചേർത്തിട്ട് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കഴിക്കണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നെയോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ കട്ട് ഫ്രൂട്ട്സിലത്തെ സ്വീറ്റ്നെസ്സൊക്കെ നമ്മളുടെ ഈ ഒരു മിക്സിലേക്ക് ഇറങ്ങി വന്നിട്ട് കുറച്ചും കൂടിയും ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് കഴിക്കാൻ. ഇനിയിപ്പോൾ ഒട്ടും ടൈമില്ല, ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് റെസിപ്പിയാണ്. ക്രേവിങ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാകുന്ന ഒരു റെസിപ്പി കൂടിയാണത് കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ രാത്രി കാലങ്ങളിലാണ് നമുക്ക് ക്രേവിങ്സ് കൂടുതൽ വരിക. അപ്പോൾ ഈവനിങ്ങിൽ നമ്മളുടെ ഡിന്നറായിട്ട് പറ്റുന്ന ഒരു ഹെൽത്തി ഓപ്ഷനും ക്രേവിങ്സ് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടിയാണ് ഈ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സേഫായിരിക്കുക. വെയ്റ്റ് ലോസ് ജേണിയുടെ ഒരുപാട് വീഡിയോസ് ഇനിയും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ മുന്നത്തെ റെസിപ്പികൾ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.